ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 31. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയാസിനെ കുറിച്ചാണ്. എന്താണ് ബയാസ്, ICTയിൽ ബയാസ് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാകുക, പഠിക്കാൻ പോകുന്നുണ്ടാകുക. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്യുന്ന വെച്ചാൽ EURUSD ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ബയാസ് എന്ന് നോക്കാം. ബയാസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ പേരും കാര്യങ്ങളും കേട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകേണ്ട ആവശ്യമില്ല. ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനെയാണ് ബയാസ് എന്ന് പറയുന്നത്. വീക്ക്ലി ക്യാനിൽ എങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഡെയിലി ക്യാനിൽ എങ്ങോട്ടേക്ക് പോകും, ഹവർലി ക്യാനിൽ എങ്ങോട്ടേക്ക് പോകും, എങ്ങോട്ടേക്ക് മൂവ്മെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലാണുള്ളത്. വീക്ക്ലി ക്യാനിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം, വീക്ക്ലി ക്യാനിൽ ഓപ്പണിംഗ് എവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് വീക്ക്ലി ക്യാനിൽ ഓപ്പണിംഗ് ഉള്ളത് അല്ലേ. ഈ ഒരു വീക്ക്ലി ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം ഈ വീക്ക് പ്രൈസ് എങ്ങോട്ടേക്കെല്ലാം മൂവ്മെൻറ്റ് വന്നേക്കാന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ഇത്രയും നമുക്ക് ബയാസ് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. ഇനി എങ്ങനെ ICTയുടെ ബയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ലിക്വിഡിറ്റീസ്, പ്രീവിയസ് ഡേ ഹൈസ് ലോസ്, വീക്ക്ലി ഹൈസ് ലോസ്, PDRIs, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ബയാസ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ വീക്കിലിയിൽ എങ്ങനെയാണ് ഞാൻ അനാലിസിസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ വീക്കിലി ബേസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡെയിലി ബേസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വീക്ക്ലി ക്യാനിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അല്ലേ. വീക്ക്ലി ഈ ഒരു ഏരിയയിൽ മൺഡേ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ പ്രൈസ് എങ്ങോട്ടേക്കെല്ലാം പോവാം. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷനാണ് നമ്മൾ നോക്കേണ്ടത്. കൺസിക്യൂട്ടീവ് ആയിട്ട് അപ്സൈഡിലേക്ക് ക്യാൻഡിൽസ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റുന്നത് വീണ്ടും നെക്സ്റ്റ് വീക്കിലി ക്യാൻഡിൽ ഒരു അപ്സൈഡിലേക്കൂടെ പോകാനൊരു ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ചെറിയൊരു ബയാസിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ആ രീതിയിൽ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ഈ ഒരു PDRIsലേക്ക് മാർക്കറ്റ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് എവിടുന്ന് എവിടത്തേക്കാണ് പോകുന്നതെന്ന്. ഈ ഒരു ഏരിയാസിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നോക്കുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് അറിയുന്നതാണ് പ്രൈസ് അപ്സൈഡിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു മൂവ്മെന്റ് നോക്കുന്ന സമയത്ത് അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് അല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇനി അതേപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാൻഡിൽസും ആ ഒരു രീതിയിലുള്ള ക്യാൻഡിൽസ് ആണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു നല്ല രീതിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. നെക്സ്റ്റ് നമുക്ക് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം ഇൻവേഴ്സ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഇനി എങ്ങോട്ടേക്ക് പോവാം, ഇനി നെക്സ്റ്റ് പോകാനുള്ള ഏരിയ ഏതാണ്, ഈ ഒരു ഹൈ ആണ് നമുക്കിനി ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടാകുക അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു വീക്കിൽ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ പോവാം, അതേപോലെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി വരെയും പോവാം. കൂടുതൽ പ്രോബിലിറ്റി എന്തായിരിക്കും, ഈ അടുത്തുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി റൺ ആകാനായിരിക്കും കൂടുതലായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് വീക്കിലി ഒരു ബയാസ് ക്രിയേറ്റ് ആയി, നമ്മൾ ഈ വീക്കിലി എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ഹയർ മൂവ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് അല്ലേ. അതേപോലെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഒന്നും കൂടി ആഡ് ചെയ്യാം. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോയേക്കാം വീക്കിലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഒരു ഓൾഡ് ഹൈസ് ഉണ്ട് അല്ലേ, ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുത്തുകൂടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് മൂവ്മെന്റ് വരുന്ന സമയത്ത് ഈ ഒരു ഹൈസിലേക്ക് നമുക്ക് റണ്ണ് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് പറഞ്ഞുതരാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയന്ന് ഞാൻ പറഞ്ഞു ഒരു ഡിസ്കൗണ്ട് അറയിൽ വന്നിട്ടാണ് പ്രൈസ് പോയിട്ടുള്ളത്. ഡിസ്കൗണ്ട് അറയിൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഡൗൺ ക്ലോസർ ക്യാനിൽ ഡൗൺ സൈഡിലേക്കൊരു എന്താ പറയുക റെഡ് ക്യാൻഡിൽ തന്നു, അതിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നു. ഓക്കെ, ഒരു ചേഞ്ച് ഓഫ് ഡെലിവറിയാണ് ഈ ഒരു ഏരിയ തന്നിട്ടുള്ളത്. ഇതായിരിക്കും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഉണ്ടാകുക. ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ഇന്റേണലിന് ശേഷം ഈ ഒരു എക്സ്റ്റേണൽ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് വീക്കിലുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ്, അതേപോലെ തന്നെ ഈ ഒരു ഹൈയിലാണ്. ഈ ഒരു മൺഡേയുടെ ക്യാൻഡിൽ തന്നെ പോയിട്ട് ഫസ്റ്റ് ഉള്ള ബൈ സൈഡിൽ കൂടി നമ്മൾ സ്വീപ്പ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും, ഈ ഒരു സ്വീപ്പ് ഔട്ടിന് ശേഷം നമുക്ക്
ഈ ഒരു എക്സ്റ്റേണൽ ശേഷം ഈ ഒരു ഇന്റേണൽ എടുക്കുന്ന രീതിയിൽ നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഡൗൺ സൈഡിലേക്ക് വരുന്നത് വീക്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കാന്ന് പറഞ്ഞു. ഷോർട്ട് ടേം ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏതായിരിക്കും ഡെയിലിയിൽ? ഈ ഒരു ഡെയിലിയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഓൾറെഡി ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് റിട്രേസ്മെന്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്യാനിൽ ഒരു ഹൈ ലെവലിലേക്ക് പോയിട്ട് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. രണ്ട് പ്രോബിലിറ്റി ഉണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ഏരിയാസിലെ പ്രൈസ് ആക്ഷൻസ് നമുക്കൊന്ന് വാച്ച് ഔട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു രീതിയിൽ മൺഡേ ഓപ്പൺ ചെയ്തു, നേരെ പോയി ഹൈ സ്വീപ്പ് ഔട്ട് ചെയ്തു അല്ലേ. അതേപോലെ ചൊവ്വാഴ്ച നോക്കുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു ലോ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ സ്വീപ്പ് ഔട്ട് ചെയ്ത് അപ്പ് സൈഡിലേക്കാണ് ക്ലോസ് കിട്ടിയിട്ടുള്ളത്. പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്കൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഏരിയയുടെ പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ഔട്ട് ചെയ്തതിന് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ നമുക്ക് വീണ്ടും നോക്കാം, ഈ ഒരു ഡേയുടെ പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ഔട്ട് ചെയ്ത ശേഷം അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഡേയുടെ പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിലോട്ട് സ്വീപ്പ് ഔട്ട് കിട്ടിയതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയുടെ ലോ സ്വീപ്പ് ഔട്ട് കിട്ടിയിട്ടുണ്ട്, അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം കിട്ടാന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു എക്സ്പെക്ടേഷനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് ഒരു ക്യാനിൽ പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഡെയിലിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ബുള്ളിഷ് ക്യാനിൻ്റെ ഒരു ഫോർമേഷൻ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക. ഒരിക്കലും ക്യാനിൻ്റെ ഒരു ക്ലോസ് ആയിരിക്കില്ല നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്നുണ്ടാകുക. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഈ ഡെയിലി ബയാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഈ ഒരു ഏരിയയിൽ പ്രീവിയസ് ഡേ സ്വീപ്പ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 4 hourലേക്ക് പോയിട്ട് നമ്മൾ വീണ്ടും ഡെയിലി ബയാസ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഡെയിലി ബയാസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം, ലിക്വിഡിറ്റി സ്വീപ്പ് അതേപോലെ തന്നെ PDRA ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഡേ ലോ ഉണ്ടായിരുന്നത് അല്ലേ. അതിനുശേഷം ഇത് സ്വീപ്പ് ഔട്ട് കിട്ടി, അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് 4 hourലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് പ്രീവിയസ് ഡേ മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയും കൂടി ഞാനൊന്ന് മാർക്കൗട്ട് ചെയ്യാം. ഈ ഒരു 4 hourന്റെ മൈനർ FEG ടാപ്പ് ചെയ്തതിന് ശേഷമാണ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം കിട്ടിയിട്ടുള്ളത്. നമുക്ക് 4 hourൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞാൻ 1 hourലേക്ക് വരാം. 1 hourലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് പ്രീവിയസ് ഡേയിൽ ഈ ഒരു മൈനർ FEG 1 hourലും ഇവിടെ ഒരു മൈനർ FEG ഉണ്ട്, അത് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് എവിടെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക? നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റ് ആണ്. ഞാനിവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഏഷ്യൻ സെഷൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ സെഷൻ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുള്ളത് ഹൈസ് ആൻഡ് ലോസ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ടൈം മനസ്സിലാൻ വേണ്ടിയിട്ടല്ല, ഹൈസും ലോസും പെട്ടെന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയാസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്? ഞാൻ 4 hourലേക്ക് ഒന്നും കൂടി പോകുന്നുണ്ട്. ഓക്കെ, 4 hourലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഏഷ്യൻ, ഞാൻ ഓപ്പണിംഗ് ഒന്ന് മാർക്ക് ചെയ്യാം. 1 second. ന്യൂയോർക്ക് ഓപ്പണിംഗ് ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി ലോ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് ദിസ് ക്യാൻഡിൽ. ഓക്കെ, ദിസ് ക്യാൻഡിൽ ഹൈ ആണ് ഓപ്പണിംഗ്, ഇത് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് ആയിട്ട് ഞാൻ മാർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ്. ഓക്കെ, ഓപ്പണിംഗ് ഞാൻ മാർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. 4 hourലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ഓപ്പണിംഗ് ഉള്ളത്, അതായത് ക്യാൻഡിൽ ഓപ്പണിംഗ് ഈ ഒരു ഹൈയിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് 4 hourന്റെ FEGs കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ വരയ്ക്കാനുള്ള റീസൺ എന്തായിരിക്കും? നമ്മൾ എക്സ്പെക്ടേഷൻ ഉള്ളത് അപ്പ് സൈഡിലേക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയാസിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്കുള്ള റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്മോളർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡെയിലിയിലുള്ള എക്സ്പെക്ടേഷൻ എന്താണ്? നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തേക്കാന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉള്ളത്. അപ്പൊ ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡെയിലിയിലുള്ള ഒരു എക്സ്പെക്ടേഷന്റെ ബേസിലായിരിക്കും നമ്മൾ മാർക്കറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടാകാം. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് 4 hourന്റെ എന്തുണ്ട്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ 1 hourലേക്ക് പോവാം. 1 hourൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഓപ്പണിംഗ് കിട്ടിയിട്ടുള്ളത്, ന്യൂയോർക്കിന്റെ ഓപ്പണിംഗ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയസിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഏഷ്യയുടെ ലോ ഉണ്ട്.
ഏഷ്യയുടെ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20:00 ടൈമിംഗ് വരെയാണ് നമ്മൾ ICTയുടെ കിൽ സോൺ ആയിട്ട് നമ്മൾ ഏഷ്യ കണക്ക് കൂട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതായിരിക്കും ഏഷ്യയുടെ ലോ ഉണ്ടാകുക. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്തുണ്ട്, ഈ ഒരു ഏരിയയിൽ നമുക്ക് 1 ഹവറിൻ്റെ FEG കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. 1 ഹവറിൻ്റെ FEG കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, പ്രൈസ് അപ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടിയേക്കാന്നാണ് എക്സ്പെക്റ്റേഷൻ ഉള്ളത്. ക്ലിയർ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പണിംഗ് വരക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ഓഫ് 3 കോൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ക്യാനിൽ എങ്ങോട്ടേക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നുള്ള ഒരു ബേസാണ് പവർ ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു പവർ ഓഫ് 3 കോൺസെപ്റ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് പവർ ഓഫ് 3 കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പവർ ഓഫ് 3ൽ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ്ങിന് ശേഷം നമ്മളിപ്പോൾ അപ്പ് സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു ജൂഡോ സ്വിങ്, ഒരു മാനിപ്പുലേഷൻ കാണാൻ പറ്റും. അതിനുശേഷം ഒരു ഷിഫ്റ്റിന് ശേഷം ഒരു MSSന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള രീതി പറഞ്ഞാൽ. ഇനി സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കാം. ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 5 മിനിറ്റ്സിലേക്ക് പോവാം. 5 മിനിറ്റ്സിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡിൽ മാത്രമേ ഞാൻ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാറുള്ളൂ. അതായത് ഈ ഒരു ടൈം പീരീഡ് 2 മുതൽ 5 o'clock ഇടയ്ക്ക് വരെയുള്ള 5 മണി വരെയുള്ള ടൈമിൻ്റെ ഉള്ളിലാണ് ഞാൻ ട്രേഡ്സും കാര്യങ്ങളും പ്ലേസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഈ ഒരു ടൈമിലായിരിക്കും ലണ്ടൻ്റെ കിൽ സോൺ വരുന്നുണ്ടാകുക. ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒന്നെങ്കിൽ ഏഷ്യൻ്റെ ലോ സീപ്പോർട്ട് ചെയ്യണം. അതായത് ഓൾറെഡി ഓപ്പണിംഗ് ഉള്ള ഏരിയ ആണ്. അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഏഷ്യൻ്റെ ലോയും ഡൗൺ സൈഡിൽ ഒരു PDRS ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു. ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ചേഞ്ച് ഓഫ് ഡെലിവറി പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാനലിൻ്റെ മുകളിൽ ക്ലോസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയയിൽ തന്നെ ക്ലോസ് കിട്ടിയപ്പോൾ സമയത്ത് തന്നെ ഈ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ബേസിലായിരുന്നു ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ഏരിയയിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിറ്റിഗേഷനിൽ ഞാൻ എൻട്രി ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ലോയിലായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, ടാർഗറ്റിൻ്റെ ഏരിയ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് മൺഡേ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ ആണ് ഞാൻ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹൈ ആയിരുന്നു ഞാൻ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിലെ ബയാസിൻ്റെ ബേസിലായി ഇങ്ങനെയാണ് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ക്യാൻഡൽ മൂവ്മെൻറ്റ് വരാമെന്നൊരു എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് PDRSും നമ്മുടെ എൻട്രീസും കാര്യങ്ങളും റിഫൈൻ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് എടുത്ത ട്രേഡാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തു. ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹൈ, ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ലോ ആണ് സ്റ്റോപ്പ് ലോസ്. ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരുന്നു എനിക്ക് ട്രേഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ട്രേഡായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു 1:2 എന്ന രീതിയിൽ ഞാൻ പ്രോഫിറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഡെയിലി ബയാസ് യൂസ് ചെയ്തിട്ട് ഹയർ ടൈം ഫ്രെയിമിന്റെ ബേസിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കാൻ പറ്റുക. എല്ലാ ദിവസവും ഇതേപോലെ തന്നെ ഡെയിലി ബയാസും കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ ഡെയിലി ബയാസ് റോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഓപ്പോസിറ്റ് ആയിരിക്കും മാർക്കറ്റ് പോകുന്നുണ്ടാകുക. സ്റ്റോപ്പ് ലോസ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ ഡെയിലി ബയാസ് റോങ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ദിവസം മാറി നിൽക്കുക. ക്ലിയർ ആയിട്ട് ഒരു ബയാസ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചുള്ളത്. നിങ്ങൾക്ക് ഡെയിലി ബയാസിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്കോഡ് ചാനലുണ്ട്. ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതേപോലെ ബാക്കിയുള്ള ആൾക്കാരെല്ലായിട്ട് നമുക്ക് ചർച്ചസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ എൻ്റെ ട്രേഡ് അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു ഡിസ്കോഡ് ചാനൽ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.